ഈ പട്ടിപ്പൂച്ചയുടെ വീഡിയോസ് അല്ലാണ്ട് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും ഇടാനില്ല. ഞാൻ 2024 പഠിച്ചത് നീ തടിയനായാലോ തീറ്റ കുറയ്ക്കടാ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. നിന്നെ കാണുമ്പോൾ മറ്റേ ഇറച്ചി വെട്ടുകാരുടെ ചായ, ഇനി നീ കുറയ്ക്കരുതിട്ടാ, ഇനി കുറച്ച് ഭംഗി പോയിട്ടാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ലാസ്റ്റ് വീഡിയോ ഓഫ് 2024 ഓഫ് റിച്ച് വോയിസ്. അതായത് ഇത് അവസാനത്തെ 2024 വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അതും ലോങ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2024 എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും കാര്യങ്ങളും ഞാൻ നൈസായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വളരെ താങ്ക് യു ഫോർ 10,000, ഇപ്പോൾ നിയർലി 11,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി ഈ ഒരു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്താണ് ആദ്യം തന്നെ. കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 ഡിസംബർ 8 ആണ്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്കറിയില്ല എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം, എന്ത് ഷൂട്ട് ചെയ്യണം, എന്തൊരു കണ്ടൻറ്റ് വേണം എന്നൊന്നും അറിയാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ ലേറ്റർ ഓൺ എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ ദിവസം നമ്മൾ പഠിച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. അങ്ങനെ 2024 കാല് കുത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ, അതായത് നമ്മൾ ജനുവരി 1 ആകുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇന്ന കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കുറയ്ക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ നേരത്തെ 5 മണിക്ക് എഴുന്നേക്കും, ഇന്നോട്ട് ഞാൻ ജിമ്മിന് പോകും, ഇന്നോട്ട് ഞാൻ ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ ഓരോരോ ആൾക്കാരും പലർക്കും പല റെസൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഞാനെടുത്തൊരു റെസൊല്യൂഷനാണ് ഡയറി എഴുതണത്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡയറി എഴുതേണ്ട അന്നാന്നുള്ള ഡയറീസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണത്. നമ്മൾ പേഴ്സണൽ ഡയറി ആണെങ്കിൽ, അതായത് പൂട്ടും താക്കോലുള്ള ഡയറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തും എഴുതി വെക്കാം. പക്ഷേ എൻ്റെ ഡയറിക്ക് പൂട്ടും താക്കോലും ഉണ്ടായിരുന്നില്ല. അതെൻ്റെ റൂമിൽ ടേബിളും എപ്പോഴും വെക്കണതാണ്. അതുകൊണ്ട് ഞാൻ തിന്നതും ഞാൻ എന്തൊക്കെ ചെയ്തത് ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എഴുതി വെക്കാറുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ ഡയറി എഴുതൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. അപ്പോൾ ഈ ഡയറി എഴുതരുത് ഞാൻ കുറച്ച് മാസങ്ങൾ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് അത് എഴുതുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്കതൊരു നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് കുറച്ച് സഹായിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഡയറി എഴുതുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ജനുവരി 5 2024 ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡയറി നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഓർത്തിരിക്കില്ല നമ്മൾ എന്തൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സിനിമയ്ക്ക് പോയി, എന്താണ് കഴിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇന്ന ദിവസം ഇന്നതാണ് നടന്നത്. അത് നല്ലൊരു, നമ്മൾ പിന്നീട് നമ്മളത് കുറച്ച് മാസങ്ങളോ വർഷമൊക്കെ കഴിഞ്ഞ് വായിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി പോലെ നമുക്കത് തോന്നും. അപ്പോൾ ഡയറി എഴുതലുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് നല്ല നേട്ടങ്ങൾ എന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തായാലും 1 തൊട്ട് ജിമ്മിന് പോയേ പറ്റൂ, വണ്ണം കുറയ്ക്കണം. ഞാൻ ഭയങ്കര തടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ണം കുറയ്ക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 98.7, 8 അങ്ങനെയൊക്കെ റേഞ്ചിലായിരുന്നു. 100 എത്തിയിട്ടുണ്ടായിരുന്നില്ല ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ 100 എത്താത്ത കാരണം ഞാനിങ്ങനെ വിചാരിച്ചു 100 എത്താൻ പാടില്ല, അപ്പോഴേക്കും എനിക്കത് കുറയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തു. ഞാൻ തന്നെ സെൽഫായിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഒരു 2 മാസം ആകുമ്പോഴേക്കും വണ്ണം കുറഞ്ഞില്ല. പക്ഷെ ഒരു പനി വന്നപ്പോൾ നമുക്ക് എന്താ, 1 ദിവസം 2 ദിവസം ജിമ്മിന് പോകാണ്ടിരുന്നാൽ പിന്നെ നല്ല മടി വരും. അതോടുകൂടി ജിമ്മിൽ പോക്ക് നിർത്തി ഞാൻ വീണ്ടും ഫുഡ് എഡി തുടങ്ങി. അങ്ങനെ ഫുഡ് എഡി തുടങ്ങുമ്പോൾ എന്താ, സൈഡിൽ കൂടെ യൂട്യൂബ് ചാനൽ പോകുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഞാൻ ഫുഡിൻ്റെ കൂടുതലായി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസൊക്കെ മറ്റേ കൊളാബ് പോലെ വന്നു തുടങ്ങി. അതായത് അവരെ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് ഒരു റിവ്യൂ പറയാം, ഒരു ഫുഡ് വ്ളോഗർ എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഫ്രീ ഫുഡ് കിട്ടും. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫ്രീ ഫുഡൊക്കെയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക, പൈസ കൊടുക്കണ്ട, എന്നിട്ട് നമ്മൾ തിരിച്ചു വരാം, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാനൊരു ജൂലൈ വരെ ഞാൻ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു. അതായത് നന്നായി. അപ്പോൾ കുറേ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫുഡ് ബ്ലോഗ്സിൽ എന്തോരം ഫുഡ് കഴിക്കണം, വണ്ണം വെക്കണില്ലല്ലോ എന്നുള്ളത്. പിന്നീട് അതായത് ജൂലൈ 4 ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ നിർത്തി. എനിക്കിപ്പോഴും നമ്മുടെ തൃശ്ശൂരുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഇതുവരെയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ഏറ്റെടുത്തില്ല. അതായത് പിന്നീട് ഞാൻ ഏറ്റെടുത്തില്ല. കാരണം എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ എയിം എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ഓണത്തിനാണ് ഞാൻ ഈ ജൂലൈ
4-ാം തീയതിക്ക് ശേഷം ഞാൻ ചോറ് ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഡോക്ടർ സിവ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റീഷ്യനാണ്, ഓൺലൈനായിട്ടുള്ള ഡയറ്റീഷ്യനാണ്. ഒരു 1000 രൂപയുള്ളൂ ഒരു മാസത്തേക്ക്. അങ്ങനെ ഞാൻ 2-3 മാസം അവരുടെ അത് കറക്റ്റ് ഫോളോ ചെയ്തു. അവരുടെ ഫുഡ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് എന്താ പറയുക വെയിറ്റ് ലോസ് അനുഭവിക്കാൻ തുടങ്ങിയത്. അതായത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞ് അതും ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറഞ്ഞു വന്നു. ഞാൻ ഈ നിമിഷം വരെ എനിക്ക് ഒരു പനിയോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല. ജൂലൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു വെയിറ്റ് ലോസ്. അങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് കുറയ്ക്കുന്ന സമയത്ത് ചോറ് ഒഴിവാക്കി. ഞാൻ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ചോറ് കഴിക്കണത് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്നായിരുന്നു. നമ്മുടെ ഓണത്തിൻ്റെ 2024 ഓണത്തിനാണ് ഞാൻ ചോറ് ഇങ്ങനെ കുറച്ച് കഴിക്കണത്. അതുവരെ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അതൊക്കെ ത്യജിച്ച് നമ്മൾ സാലഡ്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു, ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ത്യാഗം, ഒരു സാക്രിഫൈസ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്തൊക്കെ സാക്രിഫൈസും എന്തൊക്കെ ത്യാഗം ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ പ്രൗഡ്ലി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ണം കുറഞ്ഞു. അങ്ങനെ ഞാൻ 81 കിലോസിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഈ വണ്ണം കുറഞ്ഞു തുടങ്ങിയല്ലോ. പിന്നെ നമ്മളെപ്പോഴും കുറേ ആൾക്കാരുണ്ട് വണ്ണം വെച്ചാൽ എടാ നീ തടിയനായാലോ, തീറ്റ കുറയ്ക്കടാ എന്ന് പറയും. ചിലർ വണ്ണം കുറയാൻ പറയും നിനക്ക് വല്ല അസുഖം ഉണ്ടോ, അപ്പോൾ നീക്ക് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ നീ വണ്ണം കുറയണേ, അങ്ങനെയൊക്കെ പറയണവരുണ്ട്. ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ടെസ്റ്റും ചെയ്തു. എനിക്ക് യാതൊരു പ്രശ്നം ദൈവം സഹായിച്ചിട്ട് ഈ നിമിഷം വരെ ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് വണ്ണം കുറയുമ്പോഴായാലും ഞാൻ പ്രോട്ടീൻ റിച്ച് ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡയറ്റിങ്ങിൻ്റെ സമയത്ത് എക്സസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് അയ്യോ നിൻ്റെ മുഖം മുട്ടി, ഇത്ര മെലിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വണ്ണം വെച്ചാൽ നിന്നെ കാണുമ്പോൾ മറ്റേ ഇറച്ചി വെട്ടുകാരുടെ ചായയാണ്, അങ്ങനെയൊക്കെ കുറേ കമൻസാണ് എനിക്ക് കേട്ടുകൊണ്ടിരിക്കണത്. പിന്നെ വണ്ണം കുറയ്ക്കുമ്പോഴും പറയും അയ്യോ ഇനി നീ കുറയ്ക്കരുത് കേട്ടോ, ഇനി കുറച്ച് ഭംഗി പോയിട്ടാ, അങ്ങനെ കുറേ പേര് പറയും. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നമ്മളെപ്പോഴും ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കുകയാണ് ഏറ്റവും വലിയ പാഠം ഞാൻ 2024 പഠിച്ചത്. അപ്പോൾ 2024 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ, അതായത് എന്താ പറയുക, ഞാനിപ്പോൾ ഇരിക്കണത് UAE-യിലാണ്. എനിക്കും തന്നെ അറിയില്ലായിരുന്നു UAE-യിലേക്ക് വരാൻ പറ്റുമെന്നോ. ഒരു കാര്യം ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ തൃശ്ശൂരിൽ എനിക്ക് കുറേ പരിപാടികൾ, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. കുറേ സംഭവങ്ങൾ നമ്മുടെ തൃശ്ശൂരിലുണ്ട്. പക്ഷേ എന്താ പറയുക, കുറച്ച് കാരണത്താൽ ഇവിടെ എനിക്ക് വരേണ്ട വന്നു. പക്ഷേ എന്താണ്, എവിടെയാണെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ 2025 തുടങ്ങുന്നത് തന്നെ ഇവിടെ UAE-യിലാണ്. ഞാൻ ഒരു അറബി നാട്ടിലാണ് ഞാൻ എൻ്റെ 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ 2025 തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ വണ്ണം കുറയ്ക്കലോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താ പറയുക മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് അതിനുള്ള ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 20 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത് ഡിസംബർ 31 2024 ഒരു 3:15 സമയത്താണ് ഇവിടുത്തെ ടൈം ഷൂട്ട് ചെയ്യണത്. അപ്പോൾ 20 ഡേയ്സായി ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ടും ഈച്ച് ആൻഡ് എവറി ഡേ ഞാനിങ്ങനെ ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിലായാലും കൂടുതൽ ഡ്യൂഡി കീറി ഇവർക്ക് ഞാൻ പ്രത്യേകം വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് അവരെ കുറിച്ചും പറയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ അവരാണ് എൻ്റെ വീഡിയോസ് കുറച്ചും കൂടി അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഇളക്കം സൃഷ്ടിക്കുക എന്ന് പറയില്ലേ, ആ ഇളക്കം സൃഷ്ടിച്ചത് അവരായിരുന്നു. കാരണം വെച്ചാൽ കുറേ കമൻസും കുറേ കാര്യങ്ങളും അവരെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഡ്യൂഡിയുടെ കാര്യങ്ങളും ഡ്യൂഡി പ്രഗ്നൻ്റ് ആണോ, ഡ്യൂഡിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് കമൻസിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുറേ ഇങ്ങനെ പൂച്ച സ്നേഹികളും അല്ലെങ്കിൽ മൃഗസ്നേഹികളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഓക്കെ ഞാൻ വളരെ നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ ഈ സമയത്ത് എനിക്ക് ഡ്യൂഡിനെ കാണിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കുറച്ച് വീഡിയോസ് അയച്ചതായോ ഡ്യൂഡിയുടെ, കുറേ ആരാധകർ ഡ്യൂഡിനെ കാത്തിരിക്കുന്നുണ്ട്, ഡ്യൂഡിയുടെ വിശേഷം അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെയും ഞാൻ വന്നിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി. ഇവിടുത്തെ എന്താ പറയുക കൾച്ചർ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ വീട്ടിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കുറച്ച് നീങ്ങി നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ എന്താ പറയുക, 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും, കുറേ വിഷമങ്ങളിൽ കൂടെ കടന്നു പോയവരുണ്ടാവും, പിന്നെ കുറേ സന്തോഷങ്ങളിൽ കൂടെ കടന്നു ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഇപ്പോൾ വിഷമം വരാണെങ്കിൽ നമുക്കൊരു ദുഃഖമുണ്ട്, ഒരു ദുഃഖം വരാണെങ്കിൽ നമുക്കൊരു സന്തോഷം വരും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതുപോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, അതായത് എപ്പോഴും ദുഃഖവെള്ളിയാവില്ല, നമുക്ക് 3ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും, ഈസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡേയും കൂടിയുണ്ട്, സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. അപ്പോൾ 2024 നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ എന്താ പറയുക നല്ലതായിരിക്കട്ടെ എന്ന് ഞാനിങ്ങനെ ആശംസിക്കുന്നു. അതുപോലെ അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ 2025 ഉണ്ടല്ലോ, നമുക്ക് പിടിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് എന്ത് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും അത് മാറ്റി പുതിയൊരു നല്ലൊരു മനുഷ്യരായിട്ട് നമുക്ക് 2025 കടക്കാം. ഞാനിപ്പോൾ ഒരു ഉപദേശവും കാര്യങ്ങളൊന്നുമല്ല ചെയ്യണത്. ഞാനപ്പോൾ വിചാരിച്ചു ലാസ്റ്റ് വീഡിയോ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ഇടാം. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കാണുന്നു ഈ വീഡിയോ അറിയില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ഹാപ്പിനെസ് അല്ലെങ്കിൽ യൂട്യൂബ് പരമായിട്ടുള്ള ഹാപ്പിനെസ്സും കുറേ കമൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ പട്ടിപ്പൂച്ചയുടെ വീഡിയോസ് അല്ലാണ്ട് അവർക്ക് വേറെ വീഡിയോസ് ഒന്നും ഇടാനില്ലേ, അതാണ് ഇതാണ് പലരും പലതും പറയും. നമ്മുടെ തളർത്താനായിട്ട് കുറേ പേര് പറയും. പക്ഷേ ഈ ചെവിക്കോടെ വിട്ട് ഈ ചെവിക്കോടെ കളയുക, അതാണ് ഞാൻ ചെയ്യാറ്. നിങ്ങളും അത് ചെയ്താൽ നിങ്ങളും നല്ല ഹാപ്പി ആയിരിക്കും. നമ്മൾ ആരും പറയുന്നത് കേൾക്കാം, നമുക്ക് അവർ കേൾക്കാം. നല്ലതാണെങ്കിൽ നമുക്കത് മനസ്സിലിട്ട് സ്വീകരിക്കാം. അത് നല്ലതാണോ പൊട്ടയാണോ നമുക്കറിയാലോ, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരാൾ ഇത് ചെയ്യണ്ട അത് ചെയ്യണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്, അത് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും 2025 നല്ലൊരു ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നുകൊണ്ട് ബൈ ഫ്രം റിച്ച് വോയിസ്.